കണ്ടോ പമ്പിലേക്ക് എത്തി കയറുമ്പോ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാച്ച് ട്രിപ്പ്. അപ്പൊ ഇവിടെ CNG അടിക്കുന്ന അവിടെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കണ്ടോ. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ചിലപ്പോ CNG ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വേഗം ആ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു നഷ്ട ട്രിപ്പ് ആണ്. നഷ്ട ട്രിപ്പ് പറഞ്ഞാല് ലോങ് ട്രിപ്പാണ്. 300ന്റെ മേലെ കയറിയാൽ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടൂല. അപ്പൊ ഇത് പേഴ്സണലാക്കി പോവാണെങ്കിൽ പൈസ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പ് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയം 3:10 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. PM ആണ്. വണ്ടി ഇവിടെ താഴെട്ടോ ഇട്ടിട്ടുള്ളത്. വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ഇറക്കിയതായിരുന്നു. അപ്പോൾ അങ്ങനെ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെ ഡിലേ ആയി. അപ്പോൾ ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മളെ CNG 3 കട്ടോളം കേട്ടോ. പെട്രോളും ഉണ്ട് 3 കട്ട. ഇന്നലെ നമ്മൾ ബിയിലും 211 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് 0 ആക്കിയിട്ടുണ്ട്. CNGയിൽ ഇപ്പോൾ 248 കിലോമീറ്റർ. അല്ലല്ല, CNGയിൽ 248 കിലോമീറ്റർ ഉണ്ടത്. അത് ഇന്നലെ ഞാൻ തൃശ്ശൂർ ഓടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വണ്ടി കൊണ്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ എത്തിയിട്ട് ഊബർ ഓണാക്കി ഡെസ്റ്റിനേഷൻ ഇടാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഒരു ലോക്കൽ ട്രിപ്പാണ് അടിച്ച്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഡെസ്റ്റിനേഷൻ ഇട്ടു. അങ്ങനെ ഡെസ്റ്റിനേഷൻ ഇട്ടപ്പോൾ നമ്മളെ ചാലക്കുടിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചാലക്കുടിയിൽ ഡ്രോപ്പ് ചെയ്തപ്പോൾ അങ്കമാലിക്ക് ഒരു ട്രിപ്പ് അടിച്ചു. പിന്നെ അവിടുന്ന് ഞാൻ അങ്ങനെ കാലടിച്ച് ആലുവക്ക് പോന്നപ്പോൾ അവിടെ നമ്മളെ പൂക്കാട്ടുപടിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ചാലക്കുടിയിൽ എത്തിയപ്പോൾ അവിടുന്ന് ഞാൻ CNG അടിക്കാൻ കയറി. അപ്പോൾ അവിടെ പ്രഷർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പകുതിയേ കയറിയതുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും കഴിഞ്ഞ CNGയിലുള്ളത് 0 ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ 200 സംതിങ് കണ്ടത്. പിന്നെ ബാക്കി ഒരു 3 തട്ടിമാടുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ 0 ആക്കിയിട്ടുണ്ട്. ആ വണ്ടി ഇന്ന് രാവിലെ ചെറുതായിട്ടും തട്ടിട്ടോ. അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പെയിൻറ്റ് പോയിട്ടില്ല, ചെറിയ 2 പേരായിട്ടുള്ളൂ. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ചെറുതായിട്ട് കാണുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പെയിൻറ്റ് പോയില്ല, ചെറുതായിട്ട് തട്ടിയിട്ടുള്ളൂ. എന്താ സംഭവം ചോദിച്ചാലേ, ഞാൻ എന്നും ഫ്രണ്ടാണ് ഇങ്ങോട്ട് ഇറക്കൽ. ഇന്നിപ്പോൾ കണ്ടോ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാനത് റിവേഴ്സ് ഇട്ടിട്ടാണ് ഇന്ന് വണ്ടി ഇറക്കിയത്. സാധാരണ ഞാൻ ഫ്രണ്ട് ഇട്ടിട്ട് ഇറക്കൽ. അപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടപ്പോഴേ ആ ഓടുണ്ടോ, ആ കോണ് ഭാഗം അവിടെ കുറച്ച് എകരം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോണിൽ തട്ടിയതാണ് ഇപ്പോൾ വണ്ടിയായി. അപ്പോൾ ഏതായാലും ഞാൻ ഊബർ ഓണാക്കി നോക്കട്ടെ. 3:15 ആയിട്ടുണ്ട് സമയം. പിന്നെ അതാരെ കമൻറ്റ് എടുക്കണമല്ലോ, ഇപ്പോഴും ഓടുന്നുണ്ടോയെന്നോ. അത് അബ്ദുൽ ഖാദറാണ്. ഇപ്പോഴും ഓടുന്നുണ്ട്. ഇപ്പോൾ ഊബറിലൊരു പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലൂടൂത്ത് ഓണാക്കണോ എന്നുള്ളൊരു ചോദ്യം വരും. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഓണാക്കിയ ഉടനെ ഓട്ടോമാറ്റിക് വന്നതാണ്. അത് ജസ്റ്റ് ഓണാക്കിയാൽ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലി ഓണാകും, അത്രേ ഉള്ളൂ. നമ്മളെ എയർപോർട്ടൊക്കെ കണക്ട് ചെയ്യാനായിരിക്കും, ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ വിളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ റാപ്പിഡോയും പാട് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ കേരള സവാരിയും പാട് ഓണാക്കട്ടെ കേട്ടോ. കേരള സവാരിയിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് അടിക്കുന്നുണ്ട്. അത് ഓടണവർക്ക് ട്രിപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വല്ലപ്പോഴും ഓടണോണ്ടാണ് നമുക്ക് ട്രിപ്പ് വരാത്തത്. റാപ്പിഡോയിൽ കുറേ ട്രിപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഊബറും റാപ്പിഡോ അത്യാവശ്യം ട്രിപ്പ് ഉണ്ട്. യാത്ര അത്രയാണ് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പം ഇറങ്ങണില്ല. ഒരു 3:18 ആയിക്കോണ സമയം. ഒരു 3:30 ആയിക്കോട്ടെ. ഇവിടുന്ന് ഓണാക്കിക്കോണല്ലോ, ട്രിപ്പ് അടിച്ചിട്ട് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ 3:30 ആയിട്ടും ട്രിപ്പ് അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോവാം. അപ്പോൾ നമുക്ക് ഒരു 4:15 സമയമായപ്പോഴാട്ടോ ഫസ്റ്റത്തെ ട്രിപ്പ് അടിക്കണേ. ഒരു ആര്യാണ്. ഞാനിപ്പോഴും ഇവിടെ റൂമിൽ തന്നെ കേട്ടോ. ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനവിടെ അങ്ങനെ ഫോണുമ്മ കളിച്ച് അങ്ങനെ ഇരുന്ന്. ഇപ്പോൾ സമയം 4:15 ആയിട്ടുണ്ട്. പിക്കപ്പ് ഇവിടുന്ന് അടുത്ത് തന്നെ കേട്ടോ. 2 മിനിറ്റ് ഉള്ളൂ, 600 മീറ്റർ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് നമ്മളെ പൂക്കാട്ടുവാടി റോഡ് കയറിയിട്ട് റൈറ്റിക്കാണ് ഇത് കാണിക്കുന്നത്. ഏതായാലും ഇപ്പം തന്നെ കുറച്ച് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വണ്ടി അവിടുന്ന് താഴേന്ന് എടുത്തിട്ട് ഇങ്ങനെ മേലെ കയറുമ്പോഴത്തേനെ ക്യാൻസൽ ആയിട്ടില്ല. എന്താ ഭാഗ്യത്തിന് ആ അടുത്ത് തന്നെ ആയതുകൊണ്ടായിരിക്കും. ഏതായാലും ചെന്ന് നോക്കട്ടെ, നമ്മളെ കൈ നീട്ട ട്രിപ്പ് പിക്ക് ചെയ്തിട്ട് പോയിട്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ്. ഇവിടെ ഈ കാണുന്ന ഈ വൈറ്റ് വീടാട്ടോ കസ്റ്റമർക്ക്. അപ്പോൾ ആള് ഇറങ്ങിയിട്ടില്ല, അവിടെ പുറത്തുണ്ട്. അപ്പോൾ ഏതായാലും പോയിട്ട് പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളെ സെൻട്രൽ ടാക്കീസ് തിയേറ്ററിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. വാഴ കാണാൻ വന്നിക്കായിരുന്നു അവര്. ഞാൻ എന്തായാലും വണ്ടിയിൽ CNG കുറവാ, 2 പുള്ളിയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ തൃപ്പൂണിത്തറ ജംഗ്ഷനാണ് കേട്ടത്. കരിങ്ങാച്ചിറ പോയിട്ട് CNG അടിക്കട്ടെ. ഊബർ ഓഫ് ചെയ്തിട്ടില്ല. ഈ ട്രിപ്പിന് നമുക്ക് 207 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. ടോട്ടൽ 280 രൂപ ടോട്ടൽ ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടോ പമ്പിലേക്ക് എത്തി കയറുമ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാച്ച് ട്രിപ്പ്. അപ്പോൾ ഇവിടെ CNG അടിക്കുന്ന അവിടെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കണ്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ചിലപ്പോൾ CNG ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേഗം ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു നഷ്ട ട്രിപ്പ് ആണ്. നഷ്ട ട്രിപ്പ് പറഞ്ഞാൽ ലോങ് ട്രിപ്പാണ്. 300ന്റെ മേലെ കയറിയാൽ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടൂല. അപ്പോൾ ഇത് പേഴ്സണലാക്കി പോവാണെങ്കിൽ പൈസ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പ് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും. ഇതിപ്പോൾ ഇവിടുന്ന് 1.5 കിലോമീറ്റർ പിക്കപ്പ് ഉള്ളൂ. നമ്മളെ ഹിൽ പാലസിൻ്റെ അവിടെ നിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. തിരുവാങ്കുളം എത്തുന്നതിന് മുമ്പ്. ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ സമയത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായാലുണ്ട് അവിടെ. കസ്റ്റമറോട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ, പേഴ്സണലാക്കി പോകാൻ പറ്റുമെന്ന്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ട ട്രിപ്പാണ്. പിന്നെ CNG ഇല്ലല്ലോ, 2 പുള്ളിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കസ്റ്റമർ വിളിച്ചു ചോദിച്ചു നോക്കിട്ടോ. അപ്പോൾ അത് വെങ്ങോല പറഞ്ഞ സ്ഥലത്തേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ
അവര് 2-3 ആൾക്കാരുണ്ടോ അവിടെ ആരോടും അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചോദിക്കണത്. അപ്പൊ ഞാൻ ചോദിച്ച് ഇത് പേഴ്സണലാക്കി പോയാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പൊ റേറ്റ് ചോദിച്ചോട്, ഞാൻ പറഞ്ഞ റേറ്റ് അതിൽ കണ്ട റേറ്റിനെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, പേഴ്സണലാക്കി പോയാൽ കുഴപ്പമുണ്ടോ ചോദിക്കുന്നുണ്ട്, റേറ്റ് തന്നെയാണെന്ന് പറഞ്ഞാണ്. അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു. അപ്പൊ ഏതായാലും ചെന്ന് നോക്കട്ടെ. ലോങ് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാല് ഊബറിലും റാപ്പിഡോയിലും കണക്കാം. ഇതിപ്പോ ഊബറിലാണ് നമുക്ക് ട്രിപ്പ് അടിച്ചിരിക്കണത്. അപ്പോ ലോങ് ട്രിപ്പ് ആയി കഴിഞ്ഞാല് മറ്റേ അത് ആള് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്നോട് വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്താണോ അറിയില്ല. എന്തായാലും നമുക്ക് ചെന്ന് നോക്കി നോക്കാം. അടുത്തൊരു ട്രിപ്പും പാടെ അടിക്കുന്നുണ്ട്. ഇപ്പൊ അടിച്ച ട്രിപ്പ് റൂമിന്റെ അടുക്ക അടിച്ചത് 100 മീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ആയിരുന്നു 211 രൂപ എന്തോ കൊല്ലം കുടിമകൾക്കായിരുന്നു. അത് നല്ലൊരു ട്രിപ്പായിരുന്നു. നമുക്ക് അത് കഴിഞ്ഞിട്ട് CNG അടിക്കായിരുന്നു. അപ്പോളേ അവര് ഞാൻ പറഞ്ഞതുകൊണ്ട് ക്യാൻസൽ ചെയ്താണോ അതോ ഇനി വേറെ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ക്യാൻസൽ ചെയ്താണോ എന്താ അറിയില്ല. അവര് ചിലപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്ത് പോകാറിനപ്പോ ചിലപ്പോൾ ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്താണോ എന്താ അറിയില്ല. എന്തായാലും ചെന്ന് നോക്കാം. ഇനിയിപ്പോ നമ്മൾ വരാനിട്ട് വേറെ ട്രിപ്പ് എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പറഞ്ഞ എന്താ വെച്ചാല് 300 റുപ്യന്റെ മേലെ, അതായത് 15 കിലോമീറ്ററിന്റെ മേലെ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ 20 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ പെർ കിലോമീറ്റർ വളരെ കുറവ്, 300 സംതിങ് ഞാൻ റേറ്റ് കണ്ടത്. എത്ര എനിക്ക് അറിയില്ല, കറക്റ്റ് കാണാൻ പറ്റില്ല. കാരണം ഞാൻ ആ പമ്പിൽ കയറുന്ന സമയമല്ലേ. അപ്പൊ CNGന്റെ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ അക്സെപ്റ്റ് ആവുകയും ചെയ്തു. CNG ഇല്ലാറിനപ്പോൾ തന്നെ അത് ട്രിപ്പ് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കേട്ടപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ സാധാരണ അവിടെ എത്തിയിട്ടാണ് ക്യാൻസൽ ചെയ്തത്, കാരണം നമുക്ക് ലൊക്കേഷൻ കിട്ടൂല. അപ്പൊ അവര് ഞാൻ എവിടേക്കാ ഡ്രോപ്പ് എടുക്കുക ചോദിച്ചപ്പോ ആദ്യം പിക്കപ്പ് ആണ് ചോദിച്ചെഴുതിയിട്ട് അവര് ഇവിടെ ഏത് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് നിൽക്കുന്ന ലൊക്കേഷന്. അപ്പൊ ഞാൻ അതിന്റെ മുമ്പേ മാപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇവിടുന്ന് തിരുവാങ്കുളം എത്തുന്നതിന് മുമ്പ് റൈറ്റേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിന്റെ അവിടെയാണ് മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ ഈ നേരത്തെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. എന്തായാലും നമുക്ക് ചെന്ന് നോക്കി നോക്കാം. അവിടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് എടുത്ത് പോകേണ്ടി വരും. കാരണം ഇത് ആളിപ്പോ തന്നെ ഊബർ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ കിട്ടൂല കേട്ടോ. ഞാൻ പറഞ്ഞ റോഡ്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഈ റെസ്റ്റോറന്റ് ഉണ്ടോ, റോയൽ ബേക്കറി ഉണ്ട് ഇവിടെ. അത് കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ ഇട്ട്, ഇത് അവര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡ് കയറണോ എന്താ അറിയില്ല. ഞാൻ ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് ആരും കാണുന്നില്ല. ഇതിപ്പോ ലൊക്കേഷൻ ഓഫ് ചെയ്തോണ്ടേ ഊബർ ക്യാൻസൽ ആക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കിട്ടൂല. അതാണ് ഇപ്പൊ പ്രശ്നമായത്. അങ്ങനെ ഒരു 6 മണിയായപ്പോഴേ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് വേറെ വീടുണ്ട്, അവിടെ ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ട്രിപ്പ് ടോട്ടല് 28 കിലോമീറ്റർ ആട്ടോ നമ്മൾ ടോട്ടല് പോകുന്നത്. പിന്നെ നമുക്ക് ആകെ നഷ്ടം വന്നത് നമ്മളെ CNG മിന്നൽ തുടങ്ങി. ഇപ്പോഴാട്ടോ മിന്നത് ഞാൻ വണ്ടി നിർത്തിയപ്പോൾ. അപ്പൊ ഞാനിവിടെ അടുത്ത ഏതോ CNG പമ്പ് നോക്കിയപ്പോൾ ഇവിടെ പെരുമ്പാവൂരാണ്. 7 കിലോമീറ്റർ പെരുമ്പാവൂർക്ക് പോകണം. നമ്മളെ വെങ്ങോലയിലാട്ടോ ഡ്രോപ്പ് ചെയ്ത്. വെങ്ങോലയിൽ നിന്ന് കുറച്ച് അകത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പൊ അടുത്തിവിടെ കാണിക്കുന്നത് 7.6 കിലോമീറ്ററിൽ പെരുമ്പാവൂരത്താണ് കാണിക്കുന്നത്. പിന്നെ 17 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ആലുവ അവിടെ ഉള്ളത്. ഞാൻ ഈ ലെഫ്റ്റ് നിന്നാട്ടോ വന്നത്. പെരുമ്പാവൂർക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് കാണിക്കുന്നത് ഈ റോഡ്. 530 രൂപ കേട്ടോ നമുക്ക് ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. ഞാൻ അവിടെ ഇങ്ങനെ ഊബർ ഓണാക്കാൻ നിൽക്കായിരുന്നു, കാരണം കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ചേരം കൂടി ഇങ്ങനെ നിന്നിട്ട് ഊബർ ഓണാക്കാൻ നിൽക്കായിരുന്നു. അപ്പൊ ഉണ്ട് വലതു ഭാഗത്തൊരു ചേച്ചിനെ കണ്ടു. അപ്പൊ ഓല തന്നെയാണ് ആൾക്കാർ. അപ്പൊ ഞാനങ്ങനെ അവരെ പിക്ക് ചെയ്തു. 28 കിലോമീറ്റർ ആട്ടോ നമ്മൾ ടോട്ടലി ട്രിപ്പ് പോകുന്നത്. അപ്പൊ എനിക്ക് ആ ട്രിപ്പ് വന്നപ്പോ കണ്ടത് 360 തോന്നുന്നുണ്ട്. അപ്പൊ എത്ര രൂപ കമ്മീഷൻ പോയത്? 520 രൂപയാണ് ടോട്ടൽ ക്യാഷ് കളക്ട് ഉള്ളത്, 530. അപ്പൊ ആള് 529 ഊബറിൽ ബുക്ക് ചെയ്യുമ്പോൾ കാണും 29.90 പൈസ. അപ്പൊ ആള് 529 ഇട്ടിക്കണത്. 529 360 കുറച്ച ഏകദേശം റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. 360 380 ആ റേഞ്ചിലാണ് ഞാൻ കണ്ടത്. ഇപ്പൊ 380 കണ്ടാലും അതിനൊരു 20 രൂപ ടാക്സ് പോയിട്ട് 360 കിട്ടുള്ളൂ. അപ്പൊ 170 രൂപയാണ് കമ്മീഷൻ കാണിക്കണം. 530 360 നമുക്ക് കിട്ടുന്നത്. ബാക്കി അത്രയും കമ്മീഷൻ പോകുന്ന ട്രിപ്പായിരുന്നു ഇത്. പിന്നെ ഇതിന് വേറെ സംഭവം കൂടി ഉണ്ട്. ഇപ്പൊ നമുക്ക് കറക്റ്റ് കിലോമീറ്ററിന്റെ റേറ്റേ കിട്ടിയിട്ടുള്ളൂ. 28 കിലോമീറ്ററിന്റെ ഞാൻ ടോട്ടല് പോകുന്നത്. അത് ഞാൻ വണ്ടി ജസ്റ്റ് തിരുവാങ്കുളം വഴി പോരാണെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഹിൽ പാലസിന്റെ കൂടി അപ്പുറത്തേക്ക് കരിമുകള ഭാഗത്തൂടെ പോയത്. അതുകൊണ്ടാണ് 3 കിലോമീറ്റർ കൂടിയത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ 28 കിലോമീറ്റർ പോകുന്നപ്പോൾ എനിക്ക് കറക്റ്റ് കിലോമീറ്ററിന് 18 രൂപ കിട്ടിയത്. അപ്പൊ നമ്മളിപ്പോ ഇത് മറ്റേ ട്രിപ്പായിട്ട് ഊബറിന്റെ ട്രിപ്പായിട്ട് പോരാണെന്നുണ്ടെങ്കിൽ പെർ കിലോമീറ്റർ നമുക്ക് 12.85 രൂപ നമുക്ക് കിട്ടുള്ളൂ. അത്രയും കമ്മീഷൻ പോകും. ഇതിപ്പോ പേഴ്സണലാക്കി പോകുന്നതുകൊണ്ട് അപ്പോഴും നമുക്ക് കിലോമീറ്ററിന് 18 കിട്ടിയിട്ടുള്ളൂ. വലിയ ലാഭമൊന്നുമില്ല. ഇതിപ്പോ ഊബറിനെ പറ്റിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം കറക്റ്റ് റേറ്റ് ആണല്ലോ. അതിൽ കൂടിയിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല. ഊബറിന്റെ കമ്മീഷനും നമുക്ക് കിട്ടിയില്ല. പിന്നെ എന്താ പ്രശ്നം ചോദിച്ചാല് ഊബറാര് തന്നതാണ്, അവരുടെ ട്രിപ്പാണ്, അത് നമ്മൾ പേഴ്സണലാക്കി പോന്നു, അത്രേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇത് നമുക്ക് അവര് കൂട്ടി പറഞ്ഞിട്ട് ആ കമ്മീഷൻ പാടെ നമ്മൾ എടുത്തിട്ടില്ല. നമുക്കുള്ള റേറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല. ഇതിപ്പോ നമ്മൾ ഊബറിൽ പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നഷ്ടമാവും. പിന്നെ ഇതുപോലെ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടപ്പോഴേ 1-2 കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യും, അപ്പൊ അവരെ അക്കൗണ്ടൊക്കെ പോകൂലെന്ന്. ചെയ്യണവരെ അക്കൗണ്ടൊക്കെ പോകും. ഇതിനൊന്നും നമ്മൾ ഉത്തരവാദി ആവില്ല. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോടും പ്രേരിപ്പിക്കൂല കേട്ടോ. കാരണം ഇത് ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആരാണ് ഇങ്ങനത്തെ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ. ഒരു 300ന്റെ മേലുള്ള ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് കളയുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. ഇനി നഷ്ടത്തിൽ ഓടാൻ താല്പര്യം എല്ലാവർക്കും അത് എടുത്ത് ഓടും ചെയ്യാം കേട്ടോ. ചിലർക്ക് 300 എന്നൊക്കെ കാണുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ എടുത്ത് ഓടുമ്പോൾ നഷ്ടം സംഭവിക്കും. അങ്ങനത്തെവർക്ക് നഷ്ടം കുഴപ്പമില്ലാത്തവർക്ക് ഓടാം.
ഇനി ഇന്റെ മാതിരി നഷ്ടത്തിൽ ഓടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളയാ, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് ഇതുപോലെ പേഴ്സണൽ ആക്കിയിട്ട് അവരോട് ചോദിക്കുക, അവർക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളയുക. കാരണം അടുത്ത ആൾക്ക് പോയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ മെയിൻ എന്താ റിസ്ക് വെച്ചാൽ ചിലപ്പോൾ അക്കൗണ്ട് പോകും, ചിലപ്പോൾ നല്ലത് അക്കൗണ്ട് പോകേണ്ടതാണ് ശരിക്കും. കാരണം എന്താ വെച്ചാൽ ഊബറാരി എന്നൊക്കെ പറയുന്നത് വലിയ കമ്പനിയാണ്, ഇന്റർനാഷണൽ കമ്പനിയാണ്. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് എഴുതിയാണ്ട് അവർക്ക് പിടിക്കാക്കാൻ പറ്റുന്നില്ല, അവർക്ക് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും. കാരണം ബുക്ക് ചെയ്ത ഫോണും അക്സെപ്റ്റ് ചെയ്ത ഫോണും രണ്ടും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യേക്കാരം. പിന്നെ അതുമല്ല, നമ്മൾ പിന്നെ അടുത്ത ഊബർ ഓൺ ആക്കുന്നത് ആ ഒരു ഡ്രോപ്പ് ചെയ്യുന്ന ലൊക്കേഷനിലായിരിക്കും നമ്മൾ അടുത്തതായിട്ട് ഊബർ ഓൺ ആക്കുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ അവർക്ക് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ മനസ്സിൽ ഓർത്തിട്ട് ചിലപ്പോൾ അക്കൗണ്ട് പോകുന്നുള്ള ചിന്തയിൽ വേണം ട്രിപ്പ് എടുക്കാൻ. അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് എടുക്കുക. ഞാൻ അക്കൗണ്ട് പോയിട്ട് നമ്മളൊന്നും പറയാം. ഇന്നാളിട്ട കമന്റ് കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ച് എന്തിനാ ഇപ്പോൾ അവര് പൈസ ഉണ്ടാക്കുക, കിട്ടി അക്കൗണ്ട് പോയാൽ ഇന്റെ മേത്തേക്ക് കുറ്റും. അതിപ്പോ എന്ത് പരിപാടിയാ? അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല എന്നുള്ളവര് മാത്രം ചെയ്യാം, അല്ലാത്തവര് ചെയ്യരുത്. അല്ലാത്തവര് സിമ്പിൾ പരിപാടി ഞാൻ ആദ്യം പറഞ്ഞുതരാം, ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളയുക, എന്നിട്ട് അടുത്ത ട്രിപ്പ് എടുത്ത് ഓടുക. അപ്പോൾ വലിയ റിസ്ക് ഇല്ല, പരിപാടി കഴിഞ്ഞു. ഇതിപ്പോ എനിക്ക് ആകെ വന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ പോകുന്ന പെരുമ്പാവൂർക്ക് പോകുന്നത് ഞാൻ കാലടിച്ചിട്ടാണ് പോണത്, ഒരു 7 കിലോമീറ്റർ. അപ്പൊ പിന്നെ വലിയ ലാഭമൊന്നും ഇല്ല. എന്നാലും ഒരു 520 റുപ്യേന്റെ ട്രിപ്പ് ഒറ്റയടിക്ക് നമുക്ക് കിട്ടിയാലോ. അവിടെ എന്തോ മാർക്കിസിന്റെ എന്തോ റാളി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മാത്രമല്ല നമുക്ക് ഈ ട്രിപ്പിൽ നഷ്ടം. കാരണം നമ്മൾ 7 കിലോമീറ്റർ കാലടിച്ച് പോകണം. ഇപ്പൊ ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയാലും നമ്മൾ കാക്കനാട് എറണാകുളത്തേക്ക് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 20 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ CNG ഇല്ലാണ്ട് ഈ ബ്ലോക്ക് കൂടി അവിടെ എത്തി എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും. ഇപ്പൊ തന്നെ ബ്ലോക്കാണ്, ഇവിടെ എന്തോ റാളി പോകുന്നുണ്ട്. അപ്പൊ പിന്നെ അത് നഷ്ടമായിക്കരാം. അതുകൊണ്ട് ഇനിയിപ്പോ 7 കിലോമീറ്റർ കാലടിച്ച് പോയാലും കുഴപ്പമില്ല. എപ്പോഴാണ് CNG മിന്നൽ തുടങ്ങി, എന്തായാലും പമ്പ് എത്തുമ്പത്തിന് പെട്രോൾക്ക് ചാടും. അപ്പൊ ഏതായാലും പോയിഞ്ഞിപ്പോ അവിടെ എന്താ പേടിയെന്നോ, പെരുമ്പാവൂർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് CNG ഉണ്ടാവില്ല. ഇത്രയും കാലടിച്ച് പോയിട്ട് CNG ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവും. അങ്ങനെ നമ്മള് പെരുമ്പാവൂര് സിഗ്നലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ CNG കഴിഞ്ഞ് പെട്രോൾക്ക് മാറിയിട്ടുണ്ട്. പോരിനെ ഒരു 3 കിലോമീറ്റർ ബാക്കിൽ നിന്ന് തന്നെ പെട്രോൾക്ക് മാറി കേട്ടോ. അപ്പോൾ ഇവിടെ സിഗ്നലിലാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടി ഉണ്ട്, 5 മിനിറ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. CNG ഉണ്ട്, ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് വണ്ടി അവിടെ കിടക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബാക്കിൽ ഒരു വണ്ടി അവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈന് ഇതായിട്ടോ. ബാക്കി അവിടെ ഒരു ഇരട്ടിക്ക് കുത്തിക്കയറ്റി വെക്കുന്നുണ്ട്. നമ്മളെന്തായാലും ആ ഇരട്ടിക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെന്തായാലും കയറും. അവിടെ വരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് നിൽക്കുന്നത്. അപ്പം ഇനി ഏതായാലും CNG അടിക്കട്ടെ, അടിച്ചിട്ട് കാണാം. നമ്മൾ CNG അടിച്ചിട്ടോ. 710 രൂപ ഇട്ടായത് 6:59 സമയം. അപ്പോൾ ഇത് കഴിഞ്ഞ CNGയിൽ ഓടിയുന്നത് ഞാൻ നേരത്തെ 0 ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ പേഴ്സണൽ ട്രിപ്പ് ആക്കി പോകുന്നല്ലോ. അപ്പോൾ അതിന്റെ കിലോമീറ്റർ എത്ര ഉണ്ടെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും അത് 0 ആക്കിയിട്ടുണ്ട്. CNG അടിച്ചിട്ട് ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പെട്രോൾ ഇപ്പം മിന്നൽ തുടങ്ങിയിരിക്കും. നമ്മളതിൽ കുറച്ച് നേരം പോകുന്നിട്ടേ. ഞാൻ നമ്മളെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഊബറിൽ ഇപ്പം 207 രൂപ കേട്ടോ. ഒരു ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റേത് നമ്മൾ പേഴ്സണൽ ആക്കിയിട്ടാണല്ലോ പോകുന്നത്. ഏതായാലും ഇവിടുന്ന് റൈറ്റിൽ തിരിഞ്ഞിട്ട് പെരുമ്പാവൂർ ജംഗ്ഷൻ ഭാഗത്തേക്ക് ഇങ്ങനെ പോയോട്ടെ. അവിടെ എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയാൽ അവിടെ പാർക്ക് ചെയ്യാം. എന്തായാലും ഒരു അരമണിക്കൂർ ഇവിടെ നിൽക്കണുള്ളൂ പെരുമ്പാവൂർ. രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് നേരെ ആലുവയിലോ അല്ലെങ്കിൽ കാക്കനാട് ആ ഭാഗത്തേക്ക് എവിടേക്കൊക്കെ പോയിട്ട് പോകേണ്ടി വരും. ഞാനിവിടെ അടുത്ത് തന്നെ ഒരു കടൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആലുവയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു ഐശ്വര്യ. ഇവിടെ അടുത്തുനിന്ന് തന്നെ കേട്ടോ പിക്കപ്പ് കാണിക്കുന്നത്. ഏകദേശം 900 മീറ്ററുള്ള പിക്കപ്പ്. അപ്പോൾ ഞാൻ ഏതായാലും പോയിട്ട് ഐശ്വര്യനെ പോയി പിക്ക് ചെയ്യട്ടെ. ഇത് നമ്മൾ ആലുവക്കാണ്. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ട്രിപ്പിന് നമുക്ക് 317 രൂപ ആയിട്ട് കിട്ടിയത്. ഇനി എന്തായാലും ഞാൻ നേരെ റൂമിലേക്ക് പോകണം. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ ഇറങ്ങണം. അപ്പോൾ ഇപ്പൊ തന്നെ റൂമിൽ പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഡെസ്റ്റിനേഷൻ ഇടാൻ നോക്കുമ്പോഴേ പറ്റുന്നില്ല, എററാവാണ്. അപ്പോൾ അത് ചില സമയങ്ങളിൽ ഇങ്ങനെ എററാവുമ്പോൾ അത് ജസ്റ്റ് മിനിമൈസ് ചെയ്യുമ്പോൾ റെഡി ആവലുണ്ട്. ഇതിപ്പോ മിനിമൈസ് ചെയ്തിട്ടും ആവണില്ല. അപ്പൊ ഈ ഒരു ഏരിയന്റെ കുഴപ്പമായിരിക്കും. അപ്പൊ ഞാൻ ഏതായാലും ഇവിടുന്ന് ആലുവയിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഉള്ളിൽ കയറിയിട്ടുണ്ട് 2 കിലോമീറ്റർ. അപ്പൊ വേഗം ആലുവ ജംഗ്ഷനിൽ പോയിട്ട് ഇപ്പൊ നമുക്ക് ചിറ്റാത്തുവരയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ചിരുന്നു. മാച്ച് ട്രിപ്പ് ആയിരുന്നു, അത് കിട്ടിയില്ല. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറ്റീന. അത് ലാസ്റ്റ് ട്രിപ്പ് ആക്കായിരുന്നു. 280 രൂപേന്റെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ഏതായാലും ആലുവ എത്തിയിട്ട് ഡെസ്റ്റിനേഷൻ ഇടാം. അപ്പൊ നമുക്ക് കളമശ്ശേരിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഷിജ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയാണോ? ഒരു 7 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പത്തും ഓക്കെ. അടുത്ത് റാലി പരിപാടിയാണ്. അവിടെ ഇപ്പൊ എന്തോ ഇലക്ഷന്റെ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ നല്ല ബ്ലോക്കാട്ടോ. ഈ ട്രിപ്പും പാടെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും നേരെ ഓഫ് ചെയ്ത് കളമശ്ശേരിയിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അത് നമ്മുടെ ലാസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മുടെ കൊല്ലംകുടിമൂള് ഭാഗത്തേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഈ ട്രിപ്പിന് നമുക്ക് അത്യാവശ്യം റേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 280 രൂപയോളം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ
ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത്. വണ്ടി കിട്ടുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ട് റേറ്റ് കൂടിയത് എന്താ അറിയില്ല. ഞാൻ ഇപ്പോൾ ഊബറും റാപ്പിഡോ യാത്രയൊക്കെ ഓഫ് ചെയ്തിട്ടോ. ഇനി ഇവിടുന്ന് റൂമൊക്കെ ഒരു 1.5-2 കിലോമീറ്ററും കൂടി ഉള്ളൂ. നമ്മളെ കൊല്ലംകുടി അത്താണി ഭാഗത്തായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മളൊരു 9:19 ആയപ്പോൾ നമ്മള് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഊബറിൽ ഓടിയത് 2 ട്രിപ്പും 524 രൂപ കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ പേഴ്സണൽ ആക്കിയ 520 ഉണ്ട്. അപ്പോൾ 1040 രൂപ കേട്ടോ ഏൺ ചെയ്തത്. അതിലിപ്പോൾ നമ്മള് പെരുമ്പാവൂരിന്ന് CNG അടിച്ചതിന് ശേഷം 43 കിലോമീറ്റർ ഓടി. അതിലിപ്പോ 3 കട്ട കഴിഞ്ഞ്, ഇനിയിപ്പോ 6-7 കട്ട ഉണ്ട് CNG ബാക്കി. ഇന്നിപ്പോ ബിയില് 79 കിലോമീറ്റർ ആട്ടോ നമ്മൾ ടോട്ടൽ ഓടിയത്. അപ്പൊ ഇനി ഇതല്ലേ പോയി കടന്നിറങ്ങട്ടെ. നാളെ രാവിലെ തന്നെ ഇറങ്ങണം. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മള് സാധാരണ ഇറങ്ങുന്ന സമയത്ത് തന്നെ നാളെ ഇറങ്ങണം. ഇന്നിപ്പോ നമ്മള് നല്ലപോലെ ലേറ്റ് ആയി. അപ്പൊ ഏതായാലും ഓക്കെ, ഇനി നാളെ കാണാം.